ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി ഭരണഘടനാനുസൃതമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ദിനമായ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നു. 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2011 മുതലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. പൗരന്മാരിൽ അവകാശങ്ങളെയും അധികാരങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുക, വോട്ട് ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച ദിനം. തിരുവിതാംകൂർ സർക്കാർ സർവീസിലും നിയമസഭയിലും നിലനിന്നിരുന്ന സവർണ ഹിന്ദു ആധിപത്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ 1933 ജനുവരി 25 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. സി കേശവൻ, ടി എം വർഗീസ്, പി കെ വേലായുധൻ തുടങ്ങിയവരായിരുന്നു മുൻനിര നേതാക്കൾ. പലയിടങ്ങളിലും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പ്രസംഗങ്ങളും നടന്നു. പ്രകടനക്കാരെ അടിച്ചമർത്തിയും നേതാക്കളെ ജയിലിൽ അടച്ചും സമരത്തെ പരാജയപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു. ഒടുവിൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു. കേരളത്തിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ഏതാനും നിയമസഭാ സീറ്റുകൾ താഴ്ന്ന ജാതിക്കാർക്കായി സംവരണം ചെയ്യുന്നതിനും ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നതിനുമെല്ലാം വഴിതെളിക്കാൻ കഴിഞ്ഞത് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വിജയമാണ്. ഡോക്ടർ പൾപ്പു ചരമദിനം. ഇന്ത്യാ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൾപ്പു. കേരളീയ നവോത്ഥാനത്തിലും സാമൂഹിക സമത്വം യാഥാർത്ഥ്യമാക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. 1869 നവംബർ 2 തിരുവനന്തപുരം പേട്ടയിൽ ജനിച്ച പൾപ്പുവിന് മെഡിക്കൽ വിദ്യാഭ്യാസ പരീക്ഷയിൽ 2ാം സ്ഥാനം ലഭിച്ചിട്ടും ഈഴവനായതിനാൽ തിരുവിതാംകൂറിൽ മെഡിക്കൽ പ്രവേശനം നിഷേധിച്ചു. പിന്നീട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠനം പൂർത്തിയാക്കി. തിരിച്ചു വന്നപ്പോൾ ഈഴവൻ ആയതിനാൽ തിരുവിതാംകൂറിൽ ജോലിയും ലഭിച്ചില്ല. പിന്നീട് കർണാടകത്തിൽ ഡോക്ടറായി ജോലി കിട്ടി. ഒപ്പം കേരളത്തിലെ ജാതി അവഗണനയ്ക്കെതിരെ പോരാടുവാനും അദ്ദേഹം തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു ആത്മീയ ഗുരുവിനെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ സ്വാമി വിവേകാനന്ദൻ്റെ ഉപദേശവും ലഭിച്ചു. അങ്ങനെ ഡോക്ടർ പൾപ്പു ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ച് ഗുരുവിനെ പ്രസിഡന്റും കുമാരനാശാനെ സെക്രട്ടറിയുമാക്കി SNDP യോഗം സ്ഥാപിച്ച് കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി വലിയ വിജയം വരിച്ചു. 1950 ജനുവരി 25 അദ്ദേഹം അന്തരിച്ചു. VKN ചരമദിനം. ഹാസ്യ രചനകൾ കൊണ്ട് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാള സാഹിത്യകാരനാണ് വടക്കേക്കൂട്ടാല നാരായണൻകുട്ടി നായർ എന്ന VKN. 1932 ഏപ്രിൽ 6 തൃശ്ശൂർ ജില്ലയിലെ തിരുവില്വാമലയിൽ ജനിച്ച അദ്ദേഹം മെട്രിക്കുലേഷൻ കഴിഞ്ഞ് കുറച്ചുകാലം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം നയിച്ചു. 1959 മുതൽ 69 വരെ 10 വർഷക്കാലം ഡൽഹിയിൽ പത്രപ്രവർത്തനം നടത്തി. അത് കഴിഞ്ഞ് തിരുവില്വാമലയിൽ തിരിച്ചെത്തി സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ച് നോവലുകളും കഥകളും എഴുതി. പയ്യൻ, പയ്യൻ്റെ കാലം, പയ്യൻ്റെ സമരം, പയ്യൻ്റെ യാത്രകൾ, പയ്യൻ്റെ ഡയറി, പയ്യൻ്റെ കഥകൾ തുടങ്ങി 25ലേറെ കഥകളും നോവലുകളും എഴുതി.
മലയാള സാഹിത്യത്തിൽ അനശ്വരത നേടിയ അദ്ദേഹം 2004 ജനുവരി 25 അന്തരിച്ചു.